ഹായ്, സോഷ്യൽ വർക്കിൻ്റെ അടുത്ത ലെസണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വാല്യൂസ് ആൻഡ് എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ഇൻ സോഷ്യൽ വർക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ഈ വാല്യൂസ്, എന്താണ് ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? നമുക്കെല്ലാവർക്കും അറിയാം, സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത് അത് ചില വിശ്വാസങ്ങളുടെ അടിസ്ഥാനത്തിലാണ് സോഷ്യൽ വർക്ക് ആക്ച്വലി പ്രവർത്തിക്കുന്നത്, അത് മുമ്പോട്ട് പോകുന്നത്. അപ്പോൾ ഈ വാല്യൂസ്, എത്തിക്സ് എന്നൊക്കെ പറയുന്നത് ശരിക്കും സോഷ്യൽ വർക്ക് ഒരു പ്രൊഫഷൻ എന്ന നിലയിൽ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിൻ്റെ അടിസ്ഥാനം അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഈ ഒരു അടിസ്ഥാനം ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ആ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസിൻ്റെ ആക്ഷൻസ്, അവരുടെ തീരുമാനങ്ങൾ ഒക്കെ ബേസ് ചെയ്യുന്നത് ഈ ഒരു അടിസ്ഥാനത്തിൽ ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ആ സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസിനെ ഗൈഡ് ചെയ്യുന്ന പ്രിൻസിപ്പിൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. വളരെയധികം ചാലഞ്ചിങ് ആയിട്ടുള്ള, വളരെയധികം കോംപ്ലെക്സ് ആയിട്ടുള്ള ഒരുപാടധികം സിറ്റുവേഷൻസ് ഈ സോഷ്യൽ വർക്കേഴ്സ് അവരുടെ ജീവിതത്തിൽ, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട് അവർ അഭിമുഖീകരിക്കും, അല്ലേ? അപ്പോൾ ഈ ഡിഫിക്കൽട്ടായിട്ടുള്ള സിറ്റുവേഷൻസിനെ തരണം ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പ്രിൻസിപ്പിൾസും വാല്യൂസും ഇവിടെയുള്ളത്. നമുക്കറിയാം, വ്യക്തികളെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ വർക്ക്, ഫാമിലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ വർക്ക്, കമ്മ്യൂണിറ്റീസിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് സോഷ്യൽ വർക്ക്. അപ്പോൾ ആർക്കും എങ്ങനെയും കയറി ആ ഒരു സോഷ്യൽ വർക്ക് ചെയ്യാൻ കഴിയില്ല. മറിച്ച് അതിന് ചില അടിസ്ഥാന ഘടകങ്ങളുണ്ട്, അതിനെ ബേസ് ചെയ്ത് തന്നെ അത് പോകണം എന്നുള്ളതാണ്. ഇതിൻ്റെ മൂല്യങ്ങളെക്കുറിച്ച്, അതായത് വാല്യൂസിനെ കുറിച്ച് നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ എന്താ പറയേണ്ടത്, ഈ ഒരു മനുഷ്യത്വപരമായ ഒരു സർവീസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി ഉറപ്പുവരുത്തുക എന്ന് പറയും. അതേപോലെ എന്താ പറയേണ്ടത്, ആ ഒരു ഹ്യൂമൻ ഡിഗ്നിറ്റി, മനുഷ്യൻ്റെതായ ആ ഒരു വില കൽപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, ആൻഡ് ഇതിനൊക്കെ ഉപരി നമുക്ക് അറിയാം, ആ ഒരു സോഷ്യൽ വർക്കറുടെ പ്രവൃത്തി എന്ന് പറയുന്നത് വളരെയധികം കമ്പാഷനോടുകൂടി, വളരെയധികം ഫെയർ ആയിട്ട്, വളരെയധികം സത്യസന്ധമായിട്ട് ചെയ്ത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒന്നാണ്. അതേപോലെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാടധികം എത്തിക്സിനെ ബേസ് ചെയ്ത് തന്നെയാണ് ഈ ഒരു സോഷ്യൽ വർക്ക് മുമ്പോട്ട് വരുന്നത്. അപ്പോൾ ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ശരിക്കും ഒരു മോറൽ ഫ്രെയിം വർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഒരു മോറൽ ഫ്രെയിം വർക്ക് ഉള്ളത് കൊണ്ടാണ് എന്താ പറയേണ്ടത്, സോഷ്യൽ വർക്കേഴ്സ് എങ്ങനെ പെരുമാറണം, അവര് സ്വയം കണ്ടക്ട് ചെയ്യണം, ആ ഒരു പ്രൊഫഷണൽ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, എന്തൊക്കെയാണ് അവരുടെ ഉത്തരവാദിത്വങ്ങൾ, ഇതൊക്കെ ശരിക്കും എന്താ പറയണ്ടേ ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസിന്റെ ഭാഗമായിട്ട് വരികയാണ്, അല്ലേ? അപ്പൊ ഇവിടെ അക്കൗണ്ടബിലിറ്റി വേണം, ഒരു ഉത്തരവാദിത്വം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരിക്കണം. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഒരു കമ്മിറ്റ്മെന്റ് വേണം, അല്ലെ? ആ ഒരു ഹയസ്റ്റ് ലെവൽ ഓഫ് സോഷ്യൽ വർക്ക് പ്രാക്ടീസ് നിലനിർത്തുന്നതിനുള്ള ആ ഒരു കമ്മിറ്റ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു സോഷ്യൽ സർവീസ് നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് അത് ശരിക്കും ഒരു സെൽഫ് സാക്രിഫൈസ് തന്നെയായിരിക്കും പലപ്പോഴും അവിടെ ഉണ്ടാവുക. കാരണം നമ്മൾ നമ്മുടെ ആവശ്യങ്ങളല്ല, അല്ലെങ്കിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു സോഷ്യൽ വർക്കറിന്റെ ആവശ്യങ്ങൾക്കല്ല അവിടെ പ്രാധാന്യം, മറിച്ച് ആ ഒരു ക്ലയന്റിന്റെ ആവശ്യങ്ങൾക്കാണ് അവിടെ പ്രാധാന്യം വരുന്നത്, അല്ലേ? നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സാമൂഹിക നീതി ഉറപ്പാക്കണം, അതായത് സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പാക്കണം. അപ്പൊ ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ സോഷ്യൽ വർക്കേഴ്സ് വളരെയധികം ഹൈ ലെവൽ ഓഫ് ഇന്റഗ്രിറ്റിയോടുകൂടി തന്നെ അവർ പെരുമാറും എന്ന് ഉറപ്പുവരുത്തുന്നതാണ്. അപ്പൊ ഈ ഒരു ലെസണിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു ക്ലാസ്സിലൂടെ എന്താണ് ഈ വാല്യൂസ്, എന്താണ് ഈ പ്രിൻസിപ്പിൾസ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. എങ്ങനെ ഇത് അവരെടുക്കുന്ന ഓരോ തീരുമാനങ്ങളെ ഈ ഓരോ വാല്യൂസും ഓരോ പ്രിൻസിപ്പിൾസും എങ്ങനെ സ്വാധീനിക്കുന്നു, എന്താണ് അതിൻ്റെ പ്രാധാന്യം, അതിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണ്, സോഷ്യൽ വർക്കർക്ക് എന്താണ് അതിൻ്റെ ഗുണം, ക്ലയന്റിന് എന്താണ് അതുകൊണ്ട് ഗുണം ഉണ്ടാവുക, ആൻഡ് അത് ചെയ്തില്ല എങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള കോൺസിക്വൻസസ്, ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നും നമുക്ക് ചർച്ച ചെയ്യാം ഈ ഒരു ലെസണിലൂടെ. Alright, so let's move on to the lesson here. വാല്യൂസ് ഇൻ സോഷ്യൽ വർക്ക്. ഒരു ഡെഫിനിഷൻ എന്ന നിലയിൽ എന്താണ് വാല്യൂസ് എന്ന് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്യണം. ഏതൊരു സംഗതിയും നമ്മൾ ആദ്യം അതിനെ ഒന്ന് ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഡെഫിനിഷൻ നമ്മളൊന്ന് അറിഞ്ഞിരിക്കുക. വാല്യൂ എന്താണ്? അപ്പോൾ മൂല്യങ്ങൾ എന്ന് നമുക്ക് മലയാളത്തിൽ പറയാം, അല്ലെ? ഇപ്പൊ ഈ സോഷ്യൽ വർക്കിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ദീസ് ആർ ഫണ്ടമെന്റൽ ബിലീഫ്സ്, ബേസിക് ആയിട്ടുള്ള വിശ്വാസങ്ങളാണ്. അല്ലെങ്കിൽ ആ ഒരു ബിലീഫ്, ഒരു സോഷ്യൽ വർക്കർ ഉറച്ചു നിൽക്കേണ്ട ബിലീഫ്സ് ആണത്.
ആൻഡ് ഈ ബിലീവ്സ് ആണ് ശരിക്കും അവരുടെ ആ ഒരു പ്രൊഫഷണൽ കണ്ടക്ട്, അതായത് ആ ഒരു പ്രൊഫഷൻ മുമ്പോട്ട് കൊണ്ടുപോകുന്ന ആ ഒരു രീതി, അതിനെ ഗൈഡ് ചെയ്യുന്ന അവരെടുക്കുന്ന തീരുമാനങ്ങൾ, ഒരുപാടധികം പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ ഈ സോഷ്യൽ വർക്കേഴ്സ് എടുക്കേണ്ടതായിട്ട് വരും. ഒരു വ്യക്തികളെ കുറിച്ചായിരുന്നാലും, അവർ വർക്ക് ചെയ്യുന്ന ഫാമിലീസ് ആയിരുന്നാലും, അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ആയിരുന്നാലും ശരി, ഒത്തിരിയധികം തീരുമാനങ്ങൾ. കാരണം ഇവരെടുക്കുന്ന ഈ തീരുമാനത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ഒരു പക്ഷേ ആ വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ കുടുംബത്തിൻ്റെയോ ഭാവി, അല്ലേ? സോ ഈ ഒരു വാല്യൂസിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിൻ്റെ പ്രാധാന്യം നോക്കിയേ. They ensure that actions taken by social workers promote the well-being of individuals, families, and communities, and at the same time maintaining the integrity of the profession. ആ ഒരു പ്രൊഫഷൻ്റെ ഒരു സത്യസന്ധത അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റഗ്രിറ്റി അവിടെ മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോവുക എന്നുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു കോർ വാല്യൂസ്? ശരിക്കും അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോർ വാല്യൂസ് എന്നുള്ളത് നിർണ്ണയിച്ചിട്ടുണ്ട്. ഓരോ വാല്യൂവും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു വാല്യൂ അതെന്തുമാത്രം പ്രാധാന്യമുള്ളതാണ് എന്നും നമുക്ക് ചർച്ച ചെയ്ത് പോകാം. സോ ലെറ്റ്സ് സീ കോർ വാല്യൂസ് എന്തൊക്കെയാണ്. ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ സർവീസ് ടു ഹ്യൂമാനിറ്റി എന്നുള്ളതാണ് ആദ്യത്തെ ആ ഒരു കോർ വാല്യൂ എന്ന് പറയുന്നത്. സർവീസ് ടു ഹ്യൂമാനിറ്റി. ഓക്കെ, അപ്പോൾ ആ ഒരു ഹ്യൂമാനിറ്റിയിലേക്ക് കൊടുക്കുന്ന ആ ഒരു സർവീസ്, എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ ഇവിടെ? കമ്മിറ്റ്മെൻറ്റ് ടു ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ് സോഷ്യൽ വർക്കറിൻ്റെ. ഓഫൻ പ്രയോറിറ്റൈസിങ് ദിയർ നീഡ്സ് ഓവർ പ്രൊഫഷണൽ ഇൻട്രസ്റ്റ്. അപ്പോൾ അവരുടെ സ്വന്തം താല്പര്യങ്ങളിലും ഉപരി അവർ താല്പര്യം അല്ലെങ്കിൽ അവർ പ്രാധാന്യം കൊടുക്കുന്നത് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ അവരുടെ ക്ലയൻറ്റിൻ്റെ താല്പര്യത്തിനാണ്. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ശരിക്കും നമുക്ക് വേണമെങ്കിൽ പറയാം, ഈ ഒരു വാല്യൂ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഇസ് ദി അൾട്യൂറിസ്റ്റിക് നേച്ചർ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ അൾട്യൂറിസ്റ്റിക് നേച്ചർ ഓഫ് സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആ ഒരു വെൽബീയിങ്ങിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെ അൾട്യൂറിസ്റ്റിക് നേച്ചർ എന്ന് നമുക്ക് പറയാം. അപ്പം ആ അൾട്യൂറിസം എന്ന വാക്ക്, ഈ വാക്ക് ഓർത്ത് വെച്ചോളുക. അൾട്യൂറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു വ്യക്തി, ഇപ്പം ഞാൻ സോഷ്യൽ വർക്കർ ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ സോഷ്യൽ വർക്കർ ആണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ സന്തോഷങ്ങളിലും ഉപരി മറ്റുള്ളവരുടെ സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കുന്നു, മറ്റുള്ളവരുടെ വെൽബീയിങ്ങിന് അതിന് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു പ്രാധാന്യം. അപ്പോൾ ഇത് അഡ്ഹർ ചെയ്തില്ല എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സർവീസ് ടു ഹ്യൂമാനിറ്റി എന്ന ഒരു മനോഭാവം ഇല്ല എങ്കിൽ, ഈ ഒരു വാല്യൂ ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു സെൽഫ് സെർവിങ് ബിഹേവിയർ ആണ് ഉണ്ടാവുക. അതാണ് അതിൻ്റെ ആ ഒരു കോൺസിക്വൻസ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ പറയേണ്ടത്? ആ ഒരു പ്രൊഫഷനിലുള്ള ട്രസ്റ്റ് ഇല്ലാതെയായി പോകുന്നു. അപ്പോൾ ആ ക്ലയൻസിന് ട്രസ്റ്റ് ഇല്ലാതെയായിട്ട് വരുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഉപകാരത്തിന് പകരം അതൊരു ഉപദ്രവമായി മാറുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോകും. ഓക്കെ, അടുത്ത വാല്യൂ നമുക്ക് നോക്കാം. സോഷ്യൽ ജസ്റ്റിസ്, സാമൂഹിക നീതി. അതാണ് അടുത്ത വാല്യൂ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഡെഫിനിഷൻ: അഡ്വക്കേറ്റിംഗ് ഫോർ ഈക്വൽ റൈറ്റ്സ്, ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചാലഞ്ചിങ് ഇൻജസ്റ്റിസസ്. അപ്പോൾ അതാണ് സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും തുല്യമായ അവകാശങ്ങൾ, അതാണല്ലോ ഈക്വൽ റൈറ്റ്സ്. എല്ലാവർക്കും തുല്യമായ എന്താ പറയേണ്ടത്, അവസരങ്ങൾ ലഭിക്കുക, അതല്ലേ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. അതേപോലെ സമൂഹത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇൻജസ്റ്റിസ് നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ ഇവർ ചാലഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. അതാണ് സോഷ്യൽ ജസ്റ്റിസിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് നമുക്ക് പറയാം. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇറ്റ്സ് എസെൻഷ്യൽ ഫോർ അഡ്രസ്സിങ് സിസ്റ്റമിക് ഇനിക്വാളിറ്റി. നമ്മൾ ഒരു സിസ്റ്റത്തിലാണ് ജീവിക്കുന്നത്. സമൂഹം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്, അല്ലേ? അപ്പം നമ്മുടെ സിസ്റ്റത്തിൽ പല തരത്തിലാണ് ആൾക്കാരെ തരം തിരിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ അവരുടെ സാമ്പത്തികമനുസരിച്ച് തരംതിരിവുണ്ട്, അല്ലെങ്കിൽ എന്താ പറയേണ്ടത്, അവരുടെ തൊഴിലനുസരിച്ച് ഉള്ള ഒരു തരംതിരിവുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള ഇനീക്വാളിറ്റീസ്, അതാണ് സിസ്റ്റമിക് ഇനീക്വാളിറ്റീസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇല്ലാതെയാക്കി എടുക്കുക. അപ്പം ഏറ്റവും കൂടുതൽ ആ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആ ഒരു പോപ്പുലേഷൻസിനെ ഈക്വലാക്കി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പം ഇത് ചെയ്തില്ലെങ്കിൽ എന്താ പറ്റുക? ഈ ഒരു എന്താ പറയേണ്ടത്, സോഷ്യൽ ജസ്റ്റിസ് ഇഗ്നോർ ചെയ്യുകയാണെങ്കിൽ അത് ഡിസ്ക്രിമിനേഷൻ ആണ് അവിടെ ഉണ്ടാക്കുക. അതേപോലെ എക്സ്ക്ലൂഷൻ, ചില ആൾക്കാർ സമൂഹത്തിൽ നിന്ന് തള്ളപ്പെടും എന്നുള്ളതാണ്. ഒരു ഡിസ്ക്രിമിനേഷൻ അവിടെ വന്നല്ലേ. നീ ഒരു 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 സാമ്പത്തികമുള്ള വീട്ടിൽ നിന്നായതുകൊണ്ട് ഞാൻ നിനക്ക് ജോലി തരാനായിട്ട് താല്പര്യപ്പെടുന്നു.
നിനക്ക് സാമ്പത്തികം കുറവായതുകൊണ്ട് നിനക്ക് ഞാനൊരു ജോലി തരാൻ താല്പര്യപ്പെടുന്നില്ല എന്ന് പറയുന്നത് ഒരു ഡിസ്ക്രിമിനേഷൻ അല്ലേ? ഓക്കെ. അടുത്ത വാല്യൂ നമുക്ക് നോക്കിയാൽ ഇറ്റ് ഈസ് റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ. അപ്പൊ എന്താണ് ഈ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ? അതായത് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിന്റെ ആ ഒരു 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 പ്രാധാന്യം, ഒരു മാഹാത്മ്യം തിരിച്ചറിഞ്ഞ് അതിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിഗ്നിറ്റി എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോരുത്തരോടും മാന്യതയോടെ, വളരെയധികം നീതിയോടെ, വളരെയധികം ഉപചാരത്തോടെ പെരുമാറുക എന്നുള്ളതാണ് ഈ റെസ്പെക്ട് ഫോർ ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് എ പേഴ്സൺ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഇറ്റ് ബിൽഡ്സ് ട്രസ്റ്റ് ആൻഡ് പോസിറ്റീവ് ഔട്ട്കംസ് ഇൻ ഇന്റർവെൻഷൻസ്. അപ്പൊ ഇന്റർവെൻഷൻസ് നടത്തുമ്പോഴത്തേക്ക് പറയുമ്പോൾ അവര് സോഷ്യൽ വർക്കേഴ്സ് നടത്തുന്ന ഇടപെടലും അല്ലെ. അപ്പോൾ ഇത് മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി മനുഷ്യൻ ചെയ്യുന്ന പ്രവൃത്തിയാണ് സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം അല്ലേ, ആ ഒരു വിശ്വാസം അവിടെ ഉണ്ടായിരിക്കണം. ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഔട്ട്കം, നമ്മൾ എന്ത് ഉദ്ദേശിച്ചാണോ ഈ ഒരു സോഷ്യൽ വർക്ക് ചെയ്യുന്നത്, ഒരാളെ എന്താ പറയേണ്ടത്, ആ ഒരു ആൽക്കഹോളിസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക, മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ മദ്യപാനം ആ വ്യക്തിക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണം. ആ വ്യക്തിക്ക് ഉപേക്ഷിക്കാനായിട്ട് സാധിക്കണമെങ്കിൽ ആ വ്യക്തിയെ ഇതിനുവേണ്ടി സഹായിക്കുന്നത് ആരാണോ സോഷ്യൽ വർക്കർ എന്ന് നമ്മൾ പറയട്ടെ, ആ സോഷ്യൽ വർക്കറെ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ ആ ഒരു മദ്യപാനി എന്ന് നമ്മൾ പറയുന്ന വ്യക്തിയെ ഈ ആ സോഷ്യൽ വർക്കറുടെ പ്രവൃത്തിയിലൂടെ ഉറപ്പ് കൊടുക്കണം, യെസ്, എന്നെ നിങ്ങൾക്ക് വിശ്വസിക്കാം എന്നുള്ളത്. ഇനി ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഇപ്പൊ ഈ ഒരു റെസ്പെക്ട് ഇവിടെ കൊടുത്തില്ല എങ്കിൽ അവിടെ വരുന്നത് ഡിസ്റെസ്പെക്ട് തന്നെയാണ് അല്ലെ. അപ്പോൾ ആ ഒരു ഡിസ്റെസ്പെക്ട്, ഒരു മദ്യപാനി എന്തോ ആവാനാ എന്നുള്ള രീതിയിൽ ഒരു ഡിസ്റെസ്പെക്ട് കൊടുക്കുകയാണെങ്കിൽ അവിടെ ഹ്യൂമിലിയേഷൻ ഉണ്ടാകും. ഹ്യൂമിലിയേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിയെ എന്താ പറയേണ്ടത്, ഒരു പക്ഷേ ഒരു 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 തരം താഴ്ത്തുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റം അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സോഷ്യൽ വർക്കിന്റെ ഒരു എഫക്റ്റീവ്നെസ് ഇല്ലാതെയായി പോകും. അതുകൊണ്ട് ഒരു 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 ഉപയോഗമില്ലാതെയായി പോകും എന്നുള്ളതാണ് ഈ ഒരു ഡിഗ്നിറ്റി ആൻഡ് വർത്ത് ഓഫ് ദ പേഴ്സൺ. അപ്പോൾ ഓരോ വ്യക്തിയും ജനിക്കുന്നതോടുകൂടി തന്നെ അവർക്ക് ആ ഒരു ഡിഗ്നിറ്റി ഉണ്ട്, അവർക്ക് ആ ഒരു 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 വർത്ത് ഉണ്ട്, ഒരു മൂല്യമുണ്ട് അല്ലെ. ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ജീവന് തന്നെ ഒരു മൂല്യമുണ്ട് എന്ന് നമുക്ക് പറയാം. ജനനത്തോടുകൂടി നമുക്കത് ലഭിക്കുന്ന ഒരു സംഗതിയാണ്. ഇനി അടുത്തതിലേക്ക് നമുക്ക് നോക്കാനാണെങ്കിൽ ഇമ്പോർട്ടൻസ് ഓഫ് ഹ്യൂമൻ റിലേഷൻസ് എന്നാണ് ഇവിടെ ഈ പറയുന്നത്. അപ്പൊ എന്താണ് ഹ്യൂമൻ റിലേഷൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഹ്യൂമൻ റിലേഷൻഷിപ്പ് തന്നെയാണ് സോഷ്യൽ വർക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. കാരണം മനുഷ്യന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തി, അതല്ലേ സോഷ്യൽ വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യൽ വർക്കിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറയുന്നത് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ്. അപ്പൊ ഇവിടെ ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്ത് കൊണ്ടുവരണം, അതേപോലെ കൊളാബറേഷൻ ഉണ്ടാകണം. ആ ഒരു സോഷ്യൽ വർക്കറും സോഷ്യൽ വർക്കറിന്റെ ക്ലയന്റും തങ്ങളിൽ അന്യോന്യം അവർക്കൊരു വിശ്വാസം ഉണ്ടാകണം. അതേപോലെ ഒരുമിച്ച് അവർക്ക് പ്രവർത്തിക്കുകയാണ് ഒരേ ഉദ്ദേശത്തോടു കൂടി. അപ്പൊ സോഷ്യൽ വർക്കറുടെ ഉദ്ദേശം ആ ഒരു വ്യക്തിയെ സഹായിക്കുക, ആ ഒരു വ്യക്തിയുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണുക എന്നുള്ളതാണ്. അതേപോലെ ആ വ്യക്തിക്കും യെസ്, ഈ വ്യക്തി എന്നെ സഹായിക്കാൻ വന്നിരിക്കുന്നതാണ്, എനിക്ക് ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടണം എന്നുള്ള ആ ഒരു ചിന്ത ആ വ്യക്തിയുടെ മനസ്സിലും വന്ന് ഒരേപോലെ പ്രവർത്തിച്ചു പോകണം. അതാണ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സക്സസ്ഫുൾ ഇന്റർവെൻഷൻസ്. അപ്പം എഫക്റ്റീവ് ആയിട്ടുള്ള സ്ട്രോങ് റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ ഉണ്ടാകണം രണ്ടു കൂട്ടരും തങ്ങളിൽ അല്ലേ. ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രണ്ടു കൂട്ടരും തങ്ങളിൽ ഉണ്ടായില്ല എങ്കിൽ രണ്ടുപേർക്കും മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടാകും. അപ്പോൾ ആ ഒരു കോമൺ അണ്ടർസ്റ്റാൻഡിങ് രണ്ടു കൂട്ടർക്കും അവിടെ വന്നില്ല എങ്കിൽ ആ സോഷ്യൽ വർക്കർ എടുക്കുന്ന നടപടികൾ അവിടെ സക്സസ്ഫുൾ അല്ലാതെയായി വരും. അപ്പൊ ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഒരു മിസ്മാനേജ്മെന്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പൊ ഈ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പിന് പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ ഈ ഒരു മിസ്മാനേജ്മെന്റ് ഓഫ് ഹ്യൂമൻ റിലേഷൻഷിപ്പ് ഇറ്റ് ക്യാൻ ബ്രീച്ച് ട്രസ്റ്റ് ആൻഡ് റെഡ്യൂസ് എഫക്റ്റീവ്നെസ്. അപ്പോൾ ആ ഒരു വിശ്വാസം ഇല്ല എങ്കിൽ ആ ഒരു 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 എന്താ പറയണ്ടേ എഫക്റ്റീവ്നെസ് അവിടെ പോകുന്നു. പലപ്പോഴും നമുക്കറിയാം, നമ്മളൊരു ഡോക്ടറെ കാണാനായിട്ട് പോകുന്നത് ആ ഒരു ഡോക്ടർ എന്താ പറയണ്ടേ, നമ്മൾ പറയത്തില്ലേ കൈപുണ്യം ഉള്ള ഡോക്ടറാണ്, അതേപോലെ നല്ലതുപോലെ പെരുമാറുന്ന ഒരു വ്യക്തിയാണ് എന്നൊക്കെ. എന്നാൽ ചില ഡോക്ടേഴ്സ് ഉണ്ട് എന്തിനും ഏതിനും നമ്മളെ തെറി പറയാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഡോക്ടറെ അടുത്തേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു പോകാനായിട്ട് ആഗ്രഹിക്കുമോ?
ഇല്ല. നമ്മളെ റിസ്പെക്റ്റോടുകൂടി നമ്മളെടുത്ത് നല്ലതുപോലെ ഓക്കെ എനിക്കൊരു രോഗം വന്നതിന് എനിക്കൊരു പരിഹാരം വേണമല്ലോ. ആ ഒരു പരിഹാരം അതിൻ്റെതായ ഒരു രീതിയിൽ തരുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് നമുക്ക് പോകാനായിട്ട് താല്പര്യം കൂടുതലാണ്. ബിക്കോസ് വി ബിലീവ് ഇൻ ദാറ്റ് പേഴ്സൺ എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് അടുത്ത ഒരു വാല്യൂ, ഒരു മൂല്യം എന്ന് പറയുന്നത് ഇസ് കമ്പീറ്റൻസ്. അപ്പൊ എന്താണ് ഈ കമ്പീറ്റൻസ് എന്ന് പറയുന്നത്? മെയിൻറ്റെയിനിങ് ആൻഡ് ഇംപ്രൂവിങ് പ്രൊഫഷണൽ സ്കിൽസ് ആൻഡ് നോളജ്. ഓക്കെ. കമ്പീറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിക്ക്, ആ സോഷ്യൽ വർക്കർക്ക് ആ ഒരു ഫീൽഡിൽ, അല്ലെങ്കിൽ ഏതൊരു ഏതൊരു ഫീൽഡിലായിരുന്നാലും തന്നെ നമുക്ക് ഉള്ള കഴിവുകളും ആ ഒരു പ്രവൃത്തി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള കഴിവുകളും അറിവുമാണ് കമ്പീറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കഴിവും അറിവും കുറവുള്ളവരുണ്ടാകും, കഴിവും അറിവും കൂടുതലുള്ളവരുണ്ടാകും. ഇത് കൂടുതലാണെങ്കിൽ അവൻ കമ്പീറ്റന്റ് ആണ് എന്ന് നമുക്ക് പറയാം. ഓക്കെ. അപ്പൊ അതാണ്. അപ്പൊ ഈ ഒരു സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഡൈനാമിക് ആയിട്ടുള്ള പ്രൊഫഷനാണ്. അത് മാറിക്കൊണ്ടേയിരിക്കുകയാണ് സോഷ്യൽ വർക്ക് എന്ന പ്രൊഫഷനിലെ രീതികൾ. അപ്പൊ ഈ മാറിക്കൊണ്ടിരിക്കുന്ന രീതികൾ പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇവിടെ. ഓക്കെ. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഇതിന്റെ പ്രാധാന്യം ഒരു ഹൈ ക്വാളിറ്റി സർവീസ് അവിടെ കൊടുക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. അത് ചെയ്തില്ലെങ്കിലോ, ഈ ഒരു കമ്പീറ്റൻസ് ഇല്ലാതെ വരുമ്പോഴോ ഹാംഫുൾ ആയിട്ടുള്ള ഇന്റർവെൻഷൻസ് അവിടെ ഉണ്ടാകും. ആ ഒരു വ്യക്തിക്ക് ഗുണത്തിൽ പകരം അത് ദോഷമായിരിക്കും ചെയ്യുക എന്നുള്ളത്. ഇനി അടുത്ത ആറാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ പറയാം ഒരു തരത്തിൽ ആ ഒരു സത്യസന്ധത എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അപ്ഹോൾഡിങ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, ഹോണസ്റ്റി ആൻഡ് ഫെയർനെസ്, അതാണ്. അപ്പോൾ എപ്പോഴും ആ ഒരു വ്യക്തി ഒരു ഇന്റഗ്രിറ്റി ഉള്ള ഒരു വ്യക്തിയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തിയെ നമുക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല. കാരണം ആ വ്യക്തി ചെയ്യുന്നത് കറക്റ്റേ ചെയ്യൂ, ശരിയായിട്ടുള്ളതേ ചെയ്യൂ എന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണ്? ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുക എന്നുള്ളതല്ല, ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു ഇന്റർവെൻഷൻ അവസാനിക്കുന്നിടം വരെ ആ ഒരു ട്രസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. അപ്പൊ ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്ത് എന്താണ്? അത് മെയിൻറ്റെയിൻ ചെയ്തില്ല എങ്കിൽ, ആ ഒരു ട്രസ്റ്റ് ബ്രീച്ച് ചെയ്യപ്പെടുകയാണെങ്കിൽ ഒരു അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസിലേക്ക് പോകും. അപ്പോൾ ആ ഒരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നഷ്ടമാകും എന്നുള്ളതാണ്. അടുത്ത ഏഴാമത്തെ വാല്യൂ എന്ന് പറയുന്നത് ഇസ് ഹാർഡ് വർക്ക്. ഹാർഡ് വർക്കിന്റെ ഡെഫിനിഷൻ എന്താണ്? ഡിലിജന്റ് എഫേർട്ട് ഇൻ അഡ്രസ്സിംഗ് ക്ലയൻസ് നീഡ്സ്. അപ്പോൾ ഹാർഡ് വർക്ക് ഇൻ സോഷ്യൽ വർക്ക് എന്ന് പറയുമ്പം വളരെ ഡിലിജന്റ് ആയിട്ട് സത്യസന്ധമായിട്ടുള്ള ആ ഒരു എഫേർട്ട് അവിടെ എടുക്കുകയാണ്. ആ ഒരു ക്ലയന്റിന്റെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന്, ആ ഒരു ക്ലയന്റിനെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് ആ ഒരു ക്ലയന്റിന്റെ നീഡ്സ് അഡ്രസ് ചെയ്ത് അത് പൂർത്തീകരിച്ച് ആ ഒരു ക്ലയന്റിന് ഒരു ജീവിതത്തിലേക്ക് തിരിച്ച് കൊണ്ടുവരിക എന്നുള്ളത്. ഇതിന്റെ പ്രാധാന്യം എന്താണ്? ഈ ഒരു ഹാർഡ് വർക്ക് എന്ന് പറയുമ്പം കമ്മിറ്റ്മെന്റ് ആണ് അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അതായത് ഒരു ക്ലയന്റിന്റെ വെൽബീയിങ് ആണ് എനിക്ക് പ്രധാനപ്പെട്ടത് എന്ന് കാണിക്കുന്ന ഒന്നാണ് ഈ ഹാർഡ് വർക്കിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. ഹാർഡ് വർക്ക് ഇല്ലെങ്കിലോ, ഹാർഡ് വർക്ക് ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്താ പറയണ്ടേ, ലോ ക്വാളിറ്റി ആയിട്ടുള്ള ആ ഒരു വർക്ക് ആയിരിക്കും. അതായത് ഒരു താല്പര്യമില്ലാതെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി, ആ ഒരു പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്ന ഒരു സിറ്റുവേഷൻ ആണ് അതവിടെ വരിക. ഓക്കെ. അടുത്ത വാല്യൂ എട്ടാമത്തെന്ന് പറയുന്നത് ഇസ് ടീച്ചർഷിപ്പ്. ടീച്ചർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ഇത് ഒരു റോളാണ്, സോഷ്യൽ വർക്കർ എടുക്കേണ്ടിയ ഒരു റോളാണ്. അപ്പോൾ ഈ ഒരു റോൾ എന്ന് പറയുന്നത് എന്താ പറയേണ്ടത്? സോഷ്യൽ വർക്കർ ഇവിടെ ഒരു എഡ്യൂക്കേറ്ററായി മാറുന്നു, ഒരു മെന്ററായിട്ട് മാറുന്നു, അല്ലേ? അപ്പോൾ ഇവിടെ എഡ്യൂക്കേറ്റർ, മെന്റർ എന്ന് പറയുമ്പം അവരുടെ ക്ലയൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാം. അതേപോലെ ഇനി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുള്ള സോഷ്യൽ വർക്ക് പ്രൊഫഷണൽസിനെ അവർ മെന്റർ ചെയ്ത് നല്ല പ്രൊഫഷണൽസ് ആക്കി മാറ്റുന്ന ആ ഒരു സിറ്റുവേഷൻ. ഇതിന്റെ പ്രാധാന്യം എന്താണ്? ക്ലയന്റിന്റെ എംപവർമെന്റ് ഇവിടെ വരുന്നത്. നോക്ക്, സോഷ്യൽ വർക്കിൽ അവസാനം എങ്ങനെയാണ് എത്തേണ്ടത്? അവസാനത്തെ ആ ഒരു സ്റ്റേജ്, ആ ഒരു ക്ലോസിംഗ് സ്റ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു വ്യക്തി എംപവേർഡ് ആകണം. എംപവേർഡ് ആകണം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? എംപവർമെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ വ്യക്തി ഇനിമേൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തനാകുന്നു എന്നുള്ളതാണ് ആ ഒരു എംപവർമെന്റ് എന്ന് പറയുന്നത്. മറ്റൊരു വ്യക്തിയുടെ സഹായമില്ലാതെ ആ ഒരു കാര്യം ചെയ്യാനായിട്ട് പ്രാപ്തനാകുന്നു എന്നുള്ളത്. ഓക്കെ. ആൻഡ് അവരുടെ തന്നെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഈ ഒരു പ്രൊഫഷനിൽ ഒത്തിരിയധികം ആൾക്കാർ കടന്നു വരുന്ന വ്യക്തികളെയും പഠിപ്പിക്കുക എന്നാണ്. അപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം എന്താണ്?
നെഗ്ലക്റ്റിംഗ് ദിസ് റോൾ ലീഡ്സ് ടു മിസ്ഡ് ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ്. ആ ഒരു വ്യക്തിക്ക് തന്നെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഇല്ലാതെയാകുന്നു എന്നുള്ളതാണ്. ഇനി 9ാമത്തത് ഇസ് ലോയൽറ്റി ടു ദ പ്രൊഫഷൻ. അപ്പോൾ ലോയൽറ്റി ടു പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സോഷ്യൽ വർക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി നിർണയിക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സ്റ്റാൻഡേർഡ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു റെപ്യൂട്ടേഷൻ ഉണ്ടല്ലോ, അതിനെ നമ്മൾ അപ്ഹോൾഡ് ചെയ്ത് നിലനിർത്തുന്നു എന്നുള്ളതാണ്. അതിൻ്റെ പ്രാധാന്യം എന്താണ്? ഉറപ്പുവരുത്താൻ കഴിയും ആ ഒരു പ്രൊഫഷൻ സസ്റ്റൈനബിൾ ആണ്. സസ്റ്റൈനബിൾ എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തേക്ക് ഇവിടെ നിലനിൽക്കാൻ പോകുന്ന ഒന്നാണ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇൻറ്റഗ്രിറ്റി ഉള്ളതാണ് എന്ന്. ഇതിന്റെ കോൺസിക്വൻസ് എന്താണ്? ഡിസ്ലോയൽറ്റി ക്യാൻ ലീഡ് ടു എ ഡിക്ലൈൻ ഇൻ സ്റ്റാൻഡേർഡ്സ് ആൻഡ് പബ്ലിക് ട്രസ്റ്റ്. അപ്പോൾ ആ ഒരു നിലവാരം ഇല്ലാതെയായി മാറും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് പൊതുജനത്തിന്റെ ആ ഒരു ട്രസ്റ്റ് അവിടെ ഇല്ലാതെയായി മാറും എന്നുള്ളത്. 10ാമത്തത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി. ഇന്ത്യ എന്ന് പറയുന്ന ഈ ഒരു മഹാരാജ്യത്ത് ഒരുപാടധികം ഡൈവേഴ്സ് ആയിട്ടുള്ള കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സിൽ നിന്നുള്ള ആൾക്കാരാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള കൾച്ചർ, സോഷ്യൽ വർക്കർ ഒരു കൾച്ചറിൽ നിന്നുള്ള വ്യക്തിയായിരിക്കും, ആ വ്യക്തിയുടെ ക്ലയൻറ്റ് മറ്റൊരു കൾച്ചറിൽ നിന്നുള്ളതായിരിക്കും. അപ്പോൾ ആ ക്ലയൻറ്റിൻ്റെ കൾച്ചർ എന്താണെന്ന് മനസ്സിലാക്കുകയും ആ കൾച്ചറിൽ, ആ ക്ലയൻറ്റിൻ്റെ കൾച്ചറിലുള്ള വാല്യൂസിനെയും ബിലീഫ്സിനെയും വിശ്വാസങ്ങളെയും റെസ്പെക്റ്റ് ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയായിരിക്കണം ഈ സോഷ്യൽ വർക്കർ. അതാണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ സോഷ്യൽ വർക്കർ ആ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്യുന്ന സർവീസസ് അത് റെലവെന്റ് ആണെന്നും അത് മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. നമ്മുടെ കൾച്ചറിനെ അപമാനിച്ചാൽ നമുക്കത് വലിയൊരു പ്രശ്നമായിട്ട് വരും. ആ ഒരു വ്യക്തിയായിട്ട് നമ്മൾ പിന്നെ ഇടപെടാൻ ആഗ്രഹിക്കില്ല, അല്ലേ? അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നമുക്കിവിടെ ഒഴിവാക്കണം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ കോൺസിക്വൻസസ് എന്ന് പറയുന്നത്. ആ ക്ലയൻസ് ഏലിനേറ്റ് ആയി പോകും എന്ന് പറഞ്ഞാൽ ക്ലയൻസ് അവരിൽ നിന്ന് മാറിപ്പോകും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ആൻഡ് 11ാമത്തത് ഇസ് പേട്രിയോട്ടിസം. അപ്പോൾ പേട്രിയോട്ടിസം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഒരു രാജ്യസ്നേഹം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അല്ലേ? അപ്പോൾ ഡെഡിക്കേഷൻ ടു ദ നേഷൻസ് വെൽബീയിങ്, അലൈനിങ് സർവീസസ് വിത്ത് നാഷണൽ വാല്യൂസ്. അപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ വാല്യൂസ് ആണ് നാഷണൽ വാല്യൂസ്, രാജ്യത്തിൻ്റെ മൂല്യങ്ങളാണ് നാഷണൽ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ കൊടുക്കുന്ന ആ സർവീസസ്, ഒരു സോഷ്യൽ വർക്കർ എന്ന നിലയിൽ കൊടുക്കുന്ന ആ സർവീസസ് ഇറ്റ് ഷുഡ് ബി ഇൻ ലൈൻ വിത്ത് ദി കൺട്രീസ് വാല്യൂസ് അല്ലെങ്കിൽ വിത്ത് നാഷണൽ വാല്യൂസ് എന്നുള്ളത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇറ്റ് റീഇൻഫോഴ്സസ് ദ സോഷ്യൽ വർക്കേഴ്സ് റോൾ ഇൻ കോൺട്രിബ്യൂട്ടിംഗ് ടു നാഷണൽ ഡെവലപ്മെന്റ്. ആ ഒരു രാജ്യത്തിന്റെ തന്നെ ഡെവലപ്മെന്റിൽ സോഷ്യൽ വർക്കർ ഒരു ചെറിയ പങ്ക് വഹിക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ പറയാം, അല്ലേ? ഇതിന്റെ കോൺസിക്വൻസസ്, ഈ ഒരു പേട്രിയോട്ടിസം ഇല്ലാതെ വരുന്ന ആ ഒരു സിറ്റുവേഷനിൽ എന്താ പറയണ്ടേ, ആ ഒരു സോഷ്യൽ വർക്കിന്റെ ഇമ്പാക്റ്റ് അവിടെ ഇല്ലാതെ പോകും, അല്ലെങ്കിൽ അതിന്റെ ഇമ്പാക്റ്റ് കുറയും എന്നുള്ളതാണ്. 12ാമത്തത് ഇസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ്. ഓക്കെ. അപ്പൊ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്ന ആ ഒരു വാല്യൂസിന്റെ ഒക്കെ ഒരു റെപ്പറ്റേഷൻ പോലെയൊക്കെ നമുക്ക് ഇവിടെ തോന്നാം. പക്ഷെ ഈ ഓരോ വാക്കുകളും പ്രത്യേകം നമ്മൾ എടുത്തു പോവുക തന്നെ വേണം. അപ്പൊ ഈ റെസ്പോൺസിബിലിറ്റി ആൻഡ് കമ്മിറ്റ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ബീങ് അക്കൗണ്ടബിൾ ആൻഡ് ഡെഡിക്കേറ്റഡ് ടു പ്രൊഫഷണൽ ഡ്യൂട്ടീസ്. ബീങ് അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. അത് ശരിയായിട്ട് മുന്നോട്ട് പോയില്ല എങ്കിൽ ഞാനാണ് അതിന് ഉത്തരവാദി. അതാണ് ബീങ് അക്കൗണ്ടബിൾ എന്ന് പറയുന്നത്. അറ്റ് ദ സെയിം ടൈം ഡെഡിക്കേറ്റഡ് ടു പ്രൊഫഷണൽ ഡ്യൂട്ടീസ്. ആ പ്രൊഫഷണൽ ഡ്യൂട്ടീസിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കണം എന്നാണ്. അപ്പൊ ഇതിന്റെ പ്രാധാന്യം എന്താണ്? എസെൻഷ്യൽ ഫോർ ഡെലിവറിങ് റിലയബിൾ ആൻഡ് എഫക്റ്റീവ് സർവീസസ്. സർവീസ് കൊടുക്കുന്നത് എഫക്റ്റീവ് ആണ്, ആ സർവീസ് കൊടുക്കുന്നത് റിലയബിൾ ആണ്, നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയത്തക്ക രീതിയിലുള്ള സർവീസസ് ആണ് അവിടെ കൊടുക്കുന്നത് എന്നുള്ള ഒരു ഉറപ്പ് വരുത്തും. അപ്പൊ ഇതിന്റെ പ്രത്യാഘാതം എന്താണ്? ഇത് നെഗ്ലക്ട് ചെയ്യുമ്പോഴത്തേക്ക് അൺഎത്തിക്കൽ ആയിട്ടുള്ള പ്രാക്ടീസസ് അവിടെ ഉണ്ടാകും. സോഷ്യൽ വർക്കർ തന്നെ അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ചെയ്യും, കുറുക്കു വഴികൾ എടുക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താ? ക്ലയന്റിന്റെ ഒരു കംപ്ലീറ്റ് ഡിസ്സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ ഉണ്ടായിട്ട് വരിക. ഓക്കെ. സോ ഇതാണ് സോഷ്യൽ വർക്കിന്റെ ആ ഒരു എന്താ പറയേണ്ടത്, വാല്യൂസ് എന്ന് നമുക്ക് പറയാം. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. അപ്പം എത്തിക്കൽ വാല്യൂസ് നോക്കി ഏകദേശം ഇതേ ഒരു ധ്വനി വരത്തക്ക രീതിയിലാണ് ഈ പ്രിൻസിപ്പിൾസും ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ സോഷ്യൽ വർക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ദേ ഗൈഡ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ മേക്കിംഗ് ഡിസിഷൻസ്. എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ് അവരെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു ഗൈഡ് ആയിട്ട് മാറുന്നത്. ഓക്കെ.
അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ്? ക്ലയൻറ്റിൻ്റെ റൈറ്റ്സ് റെസ്പെക്റ്റ് ചെയ്യുക, ക്ലയൻറ്റിൻ്റെ റൈറ്റ്സ് അതിന് പ്രാധാന്യം കൊടുക്കുക, അതേപോലെ അവരുടെ ഡിഗ്നിറ്റി നമ്മളത് നേരത്തെ ചർച്ച ചെയ്തിരുന്നല്ലേ, അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, ആൻഡ് അവിടെ ജസ്റ്റിസ് നടന്നു എന്ന് ഉറപ്പുവരുത്തുക, അവരുടെ എല്ലാ ആക്ഷൻസിലും ഒരു ഫെയർനെസ് ഉണ്ടായിരുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പം എന്തൊക്കെയാണ് ഈ എത്തിക്കൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? ആദ്യത്തെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇസ് ദിസ്: റെൻഡറിങ് സർവീസ് വിത്ത് ബ്രദർഹുഡ് ആൻഡ് സെൽഫ് സാക്രിഫൈസ്. ഓക്കെ, ഒരു വലിയൊരു പ്രിൻസിപ്പിളാണ് അല്ലേ. അപ്പൊ സോഷ്യൽ വർക്കേഴ്സ് അവരുടെ ആ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ദേ ഷുഡ് ബി ആ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് അവിടെ ഉണ്ടാകണം. സെൻസ് ഓഫ് ബ്രദർഹുഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു സഹോദര്യം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവരുടെ സ്വന്തം പേഴ്സണൽ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ട് അവർ മറ്റുള്ളവരുടെ വെൽബീയിങ്ങിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. അതായത് അവരുടെ ക്ലയൻറ്റിൻ്റെ വെൽബീയിങ്ങിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളതാണ്. ഇതിൻ്റെ പ്രാധാന്യം വീണ്ടും ആ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റ് അവിടെ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസസ്, ഇത് നടത്തിയില്ല എങ്കിൽ എന്താണ് സംഭവിക്കുക? അപ്പോൾ ആ ഒരു വ്യക്തി സെൽഫ് സെൻറ്റേർഡ് ആയിട്ട് വരും. എന്താണ് വേണ്ടത്? സെൽഫ് സാക്രിഫൈസ് ആണ് അവിടെ വേണ്ടത്. സെൽഫ് ലെസ് ആയിരിക്കണം ആ ഒരു വ്യക്തി എന്ന് പറയുന്നത്. അപ്പം ഞാനിപ്പം സെൽഫ് സെൻറ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എനിക്ക് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന കൊടുക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെ വരുമ്പം എന്നിലുള്ള ആ ഒരു വിശ്വാസം നഷ്ടപ്പെടും, എൻ്റെ പ്രവൃത്തിയുടെ എഫക്റ്റീവ്നെസ് ഇല്ലാതെയാകും എന്നുള്ളതാണ്. ഓക്കെ, രണ്ടാമത്തെ പ്രിൻസിപ്പിൾ നമുക്ക് നോക്കാനാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പ്രയോറിറ്റൈസിങ് ക്ലയൻറ്റ്സ് നീഡ്സ് ഓവർ സെൽഫ് ഇൻട്രസ്റ്റ്. വീണ്ടും നേരത്തെ നമ്മൾ ചർച്ച ചെയ്ത ഏകദേശം അതുപോലെ തന്നെ. അപ്പം ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കേണ്ടത്, എൻ്റെ സ്വന്തം താല്പര്യങ്ങൾക്കല്ല എന്നുള്ളത്. അപ്പോൾ എന്താ പറയേണ്ടത്? ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ എന്താണോ അതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത്. അപ്പം ഈ ഒരു പ്രിൻസിപ്പിൾ അതെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ഒരു സോഷ്യൽ വർക്കേഴ്സിന് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും. അതായത് അവരുടെ ക്ലയൻസിന് ഏറ്റവും ബെസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ആ ഒരു കെയർ ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണ്? ബയാസ്ഡ് ആയി പോവും. അപ്പോൾ ഈ ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തില്ല എങ്കിൽ അത് എന്താ പറയേണ്ടത്, ബയാസ്ഡ് ആയിട്ടുള്ള ഒരു സർവീസസിലേക്ക് എത്തും. അപ്പം ആ ഒരു എന്താ പറയേണ്ടത്, താല്പര്യങ്ങളുടെ ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ഉണ്ടാകുന്ന അല്ലേ. അപ്പം എൻ്റെ താല്പര്യത്തിന് ഞാൻ മുൻഗണന കൊടുക്കുന്നത് എൻ്റെ ക്ലയൻറ്റിൻ്റെ താല്പര്യത്തിനല്ല. അങ്ങനെ വരുമ്പം പൊട്ടൻഷ്യലി ഹാംഫുൾ ആയിട്ടുള്ള റിസൾട്ട് അവിടെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇനി അടുത്ത മൂന്നാമത്തത് പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ് സർവീസസ്. അപ്പോൾ കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ആ ഒരു സർവീസസ് കൊടുക്കുക എന്ന് നമ്മൾ പറയുമ്പോഴത്തേക്ക് റെമഡിയൽ ആയിരിക്കണം ആ ഒരു സർവീസ് എന്ന് പറഞ്ഞാൽ ആ ഒരു പരിഹാരം. പ്രിവെൻറ്റീവ് ആകണം. പ്രിവെൻറ്റീവ് എന്ന് പറഞ്ഞാൽ വീണ്ടും അത് സംഭവിക്കാതെ അല്ലെങ്കിൽ അത് സംഭവിക്കുന്നതിന് മുന്നേ തടയുക. ഡെവലപ്മെൻ്റൽ ആകണം. ഡെവലപ്മെൻ്റൽ, അതേപോലെ ഇമോഷണൽ ആൻഡ് സപ്പോർട്ടീവ് സർവീസസ് എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു കോംപ്രിഹെൻസീവ് സർവീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പോൾ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള റേഞ്ച് ഓഫ് സർവീസസ് അവിടെ ഉണ്ടാകണം സോഷ്യൽ വർക്കറുടെ പക്കല്, അവരുടെ ആ ഒരു ക്ലയൻറ്റിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ക്ലയൻറ്റിൻ്റെ ഓവറോൾ കംപ്ലീറ്റ് വെൽബീയിങ്ങിന് ഇവിടെ പ്രാധാന്യം, അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് വെൽബീയിങ് നടപ്പിലാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൻ്റെ കോൺസിക്വൻസ് എന്താണ്? ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള സർവീസസ് വിൽ ലീവ് ദ ക്ലയൻറ്റ് അൺസപ്പോർട്ടഡ് എന്ന് പറഞ്ഞാൽ ആ ഒരു ക്ലയൻറ്റിൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. ആ ക്ലയൻറ്റ് തുടക്കത്തിൽ എങ്ങനെയായിരുന്നോ ആ ഒരു സർവീസ് അവസാനിക്കുമ്പോഴും അതേ കണക്ക് തന്നെ വീണ്ടും നിലനിൽക്കും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് കോൺട്രിബ്യൂട്ടിംഗ് ടു പോളിസി മേക്കിംഗ് ഫോർ വെൽഫെയർ. അപ്പോൾ ആ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് പോളിസി മേക്കിംഗ്, നമുക്കറിയാം പോളിസി ഉണ്ടാക്കുന്നത് സോഷ്യൽ വർക്കേഴ്സ് അല്ല, പോളിസി ഉണ്ടാക്കുന്നത് ഭരണത്തിലിരിക്കുന്നവരാണ്, ഉദ്യോഗസ്ഥരാണ് അല്ലെ. ആ ഒരു ലോബിയാണ് ശരിക്കും പോളിസീസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ സോഷ്യൽ വർക്കേഴ്സിന് ഇവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ഈ പോളിസി മേക്കിങ്ങിനെ അവർക്ക് സ്വാധീനിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് എന്താ പറയേണ്ടത്, ഏത് ഒരു 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 സമൂഹത്തിലാണ് കുറെ കൂടെ ഒരു വ്യത്യാസം വരുത്തേണ്ടത്, അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിന് ഇന്ന ഒരു പോളിസി കൊണ്ട് ദോഷമുണ്ടാകും എന്നൊക്കെ അധികൃതരെ അറിയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ആ അറിയിക്കുന്നതോടുകൂടി അവർക്ക് അതിനെ സ്വാധീനിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇറ്റ് അഡ്വക്കേറ്റ്സ് ആക്ച്വലി ഫോർ സിസ്റ്റമിക് ചേഞ്ചസ്. സിസ്റ്റമിക്, ആ സിസ്റ്റത്തിലുള്ള
അല്ലേ? നമ്മുടെ സമൂഹം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. സൊസൈറ്റി ഈസ് എ സിസ്റ്റം. ആ സിസ്റ്റത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നടന്നില്ല എങ്കിലോ ആ ഒരു നോൺ എൻഗേജ്മെന്റ്, അതായത് ഈ ഒരു പോളിസി മേക്കിങ്ങിൽ കോൺട്രിബ്യൂഷൻ നടത്തിയില്ല എങ്കിൽ ആ ഒരു വ്യക്തി എൻഗേജ്ഡ് അല്ല എന്ന് പറയാം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഹാംഫുൾ ആയിട്ടുള്ള പോളിസീസ് ഒരു പക്ഷേ നിലനിൽക്കും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. ആൻഡ് അഞ്ചാമത്തെ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് കണക്ടിങ് ക്ലയൻസ് വിത്ത് നെസസറി സിസ്റ്റംസ് ആൻഡ് റിസോഴ്സസ്. അപ്പോൾ എന്താ ഇതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ലിങ്കിങ് ക്ലയൻസ് ടു റിസോഴ്സസ്, സപ്പോർട്ട് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. സോഷ്യൽ വർക്കേഴ്സ് ക്ലയൻസിനെ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെടുത്തുക, അവർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള സപ്പോർട്ടുമായിട്ട് ബന്ധപ്പെടുത്തുക, അവർക്കുള്ള അവസരങ്ങളുമായി അവരെ കൂട്ടിയോജിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുപക്ഷെ ക്ലയൻറ്റിന് അറിയാൻ കഴിയില്ല അവർക്ക് എന്തൊക്കെ തരത്തിലുള്ള റിസോഴ്സസ് അവർക്ക് അവൈലബിൾ ആണ്, ഒരുപക്ഷെ ഗവൺമെന്റ് തലത്തിൽ എന്തൊക്കെ അവൈലബിൾ ആണ്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ എന്തൊക്കെ തരത്തിലുള്ള റിസോഴ്സസ് അവർക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്ന് അവർക്കറിയില്ല. പക്ഷേ സോഷ്യൽ വർക്കർ ഇത് അറിഞ്ഞിരിക്കണം. അങ്ങനെ സോഷ്യൽ വർക്കർക്ക് അവർക്ക് അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കാം, അവരെ അങ്ങോട്ട് ബന്ധപ്പെടുത്താം എന്നുള്ളതാണ്. ഇതിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് എൻഷോർസ് ക്ലയൻസ് ആക്സസ് ദ സർവീസസ് ദേ നീഡ്. ആ ഒരു ക്ലയന്റിന് ആവശ്യമായ എല്ലാ തരത്തിലുള്ള സർവീസസും അവർക്ക് ലഭ്യമാകുന്നു എന്ന് ഉറപ്പുവരുത്താം. അപ്പോൾ ഇതിന് കോൺസിക്വൻസസ് എന്താണ്? ഐസൊലേഷൻ ഓഫ് ദ ക്ലയൻസ് വേഴ്സൻസ് ദ സിറ്റുവേഷൻ. നോക്ക്, ഒരു ക്ലയന്റിന് ഈ ഒരു കണക്ഷൻ എങ്ങനെയാണ് ആ ഒരു ക്ലയന്റിന് എന്താ പറയേണ്ടത്, ആ ഒരു റിസോഴ്സ് അല്ലെങ്കിൽ ആ ഒരു അവസരം എങ്ങനെയാണ് മുതലെടുക്കാനായിട്ട് കഴിയുക, അല്ലെങ്കിൽ ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. മുതലെടുക്കുക അല്ല, പ്രയോജനപ്പെടുത്തുക നമ്മൾ പറയട്ടെ. ആ ഒരു അവസരം പ്രയോജനപ്പെടുത്തേണ്ടിയത് എങ്ങനെയാണ് എന്നുള്ളത്, അല്ലെങ്കിൽ എവിടെ പോയിട്ടാണ് എന്നുള്ളത്, അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അത് മനസ്സിലാക്കാതെ വരുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു അവസരം നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്, അല്ലേ? റൈറ്റ്. ഓക്കെ. സോ ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഒന്ന് ഡിസ്കസ് ചെയ്യാം ഇതിനെ ബേസ് ചെയ്തുകൊണ്ട്. അപ്പൊ ഇത്രയാണ് വാല്യൂസ് ആൻഡ് പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് ദ വാല്യൂ ഓഫ് സർവീസ് ടു ഹ്യൂമാനിറ്റി? വാല്യൂ ഓഫ് സർവീസ്, മനുഷ്യന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു ഹ്യൂമാനിറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ആ ഒരു സർവീസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ പ്രയോറിറ്റൈസിങ് സെൽഫ് ഇൻട്രസ്റ്റ്, അത് നമ്മുടെ സ്വന്തം താല്പര്യം, അതല്ല. ഫോക്കസിങ് സോൾലി ഓൺ ഫിനാൻഷ്യൽ ഗെയിൻ, അതുമല്ല. കമ്മിറ്റിംഗ് ടു ഹെൽപ്പിംഗ് അതേഴ്സ്, ഇതാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ, അല്ലെ? കമ്മിറ്റിംഗ് ടു ഹെൽപ്പിംഗ് അതേഴ്സ്, മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത്. രണ്ടാമത്തത്, വാട്ട് ഈസ് ദ പ്രൈമറി കോൺസിക്വൻസ് ഓഫ് നോട്ട് അഡറിംഗ് ടു ദ വാല്യൂ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ഇൻ സോഷ്യൽ വർക്ക്? ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഇസ് ഓപ്ഷൻ ബി, അതായത് പെർപച്വേഷൻ ഓഫ് സിസ്റ്റമിക് ഇനിക്വാലിറ്റീസ്. എന്താണ് വാട്ട് ഈസ് ദ പ്രൈമറി കോൺസിക്വൻസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നോട്ട് അഡ്ഹറിംഗ് ടു വാല്യൂ ഓഫ് സോഷ്യൽ ജസ്റ്റിസ്, ആ ഒരു സോഷ്യൽ ജസ്റ്റിസ് എന്ന ഒരു മൂല്യം അതിനെ എന്താ പറയേണ്ടത്, ചേർത്ത് പിടിച്ചില്ല എങ്കിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതം എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു സിസ്റ്റത്തിലുള്ള ഇനീക്വാളിറ്റീസ് അത് വീണ്ടും വീണ്ടും വലുതായിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: മാച്ച് ദ ഫോളോയിങ് വാല്യൂസ് വിത്ത് ദിയർ ഇമ്പോർട്ടൻസ്. വാല്യൂസ് ഇവിടെയുണ്ട്: കമ്പീറ്റൻസ്, ഇന്റഗ്രിറ്റി, കൾച്ചറൽ സെൻസിറ്റിവിറ്റി, ലോയൽറ്റി ടു പ്രൊഫഷൻ. ഇതാണ് ആ ഒരു 4 വാല്യൂസ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഈ കമ്പീറ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? കമ്പീറ്റൻസ്, ഓക്കെ, അത് ആവശ്യമാണ് ആ ഒരു ഹൈ ക്വാളിറ്റി സർവീസസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. ഓക്കെ. രണ്ടാമത്തത് ഇന്റഗ്രിറ്റി. ഇന്റഗ്രിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് എന്താണ്? ആ ഒരു ട്രസ്റ്റും എത്തിക്കൽ സ്റ്റാൻഡേർഡ്സും അവിടെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു. കൾച്ചറൽ സെൻസിറ്റിവിറ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ ബഹുമാനിക്കുന്നു, അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുന്നു. അത് ലോയൽറ്റി ടു പ്രൊഫഷൻ എന്ന് പറയുമ്പം അപ്ഹോൾഡിംഗ് ദ റെപ്യൂട്ടേഷൻ ഓഫ് സോഷ്യൽ വർക്ക് എന്നുള്ളതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. നാലാമത്തെ ചോദ്യം നമുക്ക് നോക്കാം: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എൻ എത്തിക്കൽ പ്രിൻസിപ്പിൾ ഓഫ് സോഷ്യൽ വർക്ക്? സോഷ്യൽ വർക്കിന്റെ ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ അല്ലാത്തത് എന്താണ് എന്നുള്ളതാണ് ഇവിടെ ഈ ചോദ്യം. അപ്പൊ ഇവിടെയും ഓപ്ഷൻ ബി നോക്കിയേ: പ്രയോറിറ്റൈസിങ് സെൽഫ് ഇൻട്രസ്റ്റ് ഓവർ ക്ലയൻസ് നീഡ്സ്. നമ്മുടെ ആ ഒരു സെൽഫ് ഇൻട്രസ്റ്റിന് പ്രാധാന്യം കൊടുക്കുന്നത് എന്താ പറയേണ്ടത്, ഒരു എത്തിക്കൽ പ്രിൻസിപ്പിൾ അല്ല. എന്നാൽ ബാക്കി 3ഉം എത്തിക്കൽ പ്രിൻസിപ്പിൾസ് ആണ്. എയും സിയും ഡിയും എത്തിക്കൽ പ്രിൻസിപ്പിൾസ് തന്നെയാണ്. റൈറ്റ്. അഞ്ചാമത്തെ ചോദ്യം ഒരു അസേർഷൻ റീസൺ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇവിടെ ഈ പറയുന്നത് എന്താണ്? അസേർഷൻ ഇതാണ്: സോഷ്യൽ വർക്കേഴ്സ് മസ്റ്റ് ബി കൾച്ചറലി സെൻസിറ്റീവ്. അതാണ് അവിടെ പറയുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റ്. സോഷ്യൽ വർക്കേഴ്സ് കൾച്ചറലി സെൻസിറ്റീവ് ആയിരിക്കണം.
അപ്പൊ ഇത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് മനസ്സിലാകുന്നു? ഇത് ശരിയാണ് അല്ലേ, അത് കറക്റ്റാണ്, സോഷ്യൽ വർക്കേഴ്സ് ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അപ്പൊ അതിന്റെ കാരണമാണ് ഇവിടെ ഈ പറയുന്നത്. സോഷ്യൽ വർക്കേഴ്സ് കൾച്ചറലി സെൻസിറ്റീവ് ആയിരിക്കണം, ബിക്കോസ് cultural sensitivity prevents alienating clients and reduces the effectiveness of interventions. റീസൺ ഈ പറയുന്നത് എന്താ? റീസൺ രണ്ട് കാര്യങ്ങൾ പറയുന്നത്. കൾച്ചറൽ സെൻസിറ്റിവിറ്റി പ്രിവെന്റ്സ് ഏലിനേറ്റിംഗ് ക്ലയൻസ് എന്ന് പറഞ്ഞാൽ ക്ലയൻസ് അകന്നു പോകുന്നത് തടയും കൾച്ചറൽ സെൻസിറ്റിവിറ്റി. ആ ഭാഗം ശരിയാണ് അല്ലേ. പിന്നെ രണ്ടാമത് ആൻഡ് ഇട്ടിട്ട് ഒരു രണ്ടാമത്തെ ഭാഗവും കൂടെ, റെഡ്യൂസസ് എഫക്റ്റീവ്നെസ് ഓഫ് ഇന്റർവെൻഷൻസിന്റെ പ്രാധാന്യം കുറയ്ക്കുമെന്ന്. ആ ഭാഗം ശരിയല്ല അല്ലേ, ആ ഭാഗം ശരിയല്ല എന്നുള്ളതാണ്. അപ്പൊ കൾച്ചറൽ സെൻസിറ്റിവിറ്റി ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്ലയന്റ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് ആവശ്യമാണ്. അപ്പൊ ഇവിടെ നമുക്ക് പറയാം ഈ അസേർഷൻ ഇസ് ട്രൂ, പക്ഷെ റീസൺ എന്ന് പറയുന്നത് ഫോൾസ് ആണ്. കാരണം ഒരു ഭാഗം മാത്രമേ ഇവിടെ എന്താ പറയേണ്ടത് കറക്റ്റ് ആയിട്ടുള്ളൂ. അപ്പൊ ഈ റീസൺ തന്നെ കംപ്ലീറ്റ്ലി തെറ്റായിട്ടുള്ള റീസൺ. കാരണം ഇവിടെ ഈ ആൻഡ് ഇട്ടത് ചേർത്തപ്പോഴത്തേക്ക് ഇത് രണ്ടും കൂടെ ഒന്നിച്ച് നമ്മൾക്ക് വായിക്കണം. അപ്പം അസേർഷൻ ട്രൂ ആണ്, റീസൺ ഇവിടെ ഫോൾസ് ആണ്. ഓക്കെ, സോ ഈ ഒരു ലെസൺ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ബാക്കി പോർഷൻസിന്റെ അപ്പൊ നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എല്ലാ വീഡിയോസും നമ്മുടെ ഗോൾഡ് ബാച്ചസിന് അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനെ തുടർന്നുള്ള കംപ്ലീറ്റ് വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുക. ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഒന്നുകിൽ എന്നെ നേരിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാകും. ആ ഒരു ലിങ്കിൽ നിങ്ങൾ ഒന്ന് ഒരു ഫോം, ഗൂഗിൾ ഫോമാണ്, ആ ഗൂഗിൾ ഫോം ഒന്ന് ഫില്ല് ചെയ്താൽ മതി, ഞാൻ നിങ്ങളെ അങ്ങോട്ട് കോൺടാക്ട് ചെയ്തോളാം. അപ്പോൾ ഈ ലെസണിൽ നിന്ന് ഒരുപാട് സംഗതികൾ പഠിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചോദ്യങ്ങളാകെ 5 മാത്രമേ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താ പറയേണ്ടത്, ഗോൾഡ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്കത് ലഭ്യമാകും എന്നുള്ളതാണ്. So thank you very much for watching this video and you have a great day ahead. Thank you.